ഞങ്ങളുടെ ആകാശവും ഭൂമിയും കടലുമെല്ലാം ഞങ്ങൾ തന്നെ സംരക്ഷിക്കും. ഞങ്ങളാണ് അത് മോചിപ്പിച്ചത്. ഇനിയും സംരക്ഷണം ഒരുക്കുകയും ചെയ്യും. വിശുദ്ധമായ വെനസ്വേലൻ ഭൂമിയിൽ തൊടാൻ ഒരു സാമ്രാജ്യത്തിനും സാധിക്കില്ല. ലാറ്റിൻ അമേരിക്കയെ തന്നെ തൊടാൻ അവർക്കാകില്ല. വെനസ്വേലൻ പ്രസിഡന്റ് നിക്കോളാസ് മദൂരോയുടെ വാക്കുകളാണ്. അടുത്തിടെ അസാധാരണമായൊരു പ്രഖ്യാപനം നടത്തിയിരുന്നു മദൂരോ. അതായത് 45 ലക്ഷത്തോളം വരുന്ന സിവിലിയൻ മിലീഷ്യയെ രാജ്യത്തെങ്ങും വിന്യസിക്കാൻ പോവുകയാണെന്ന്. മദൂരോയുടെ ആ പ്രഖ്യാപനത്തിന് ഒരു രാഷ്ട്രീയ പശ്ചാത്തലം കൂടിയുണ്ട്. ദിവസങ്ങൾക്ക് മുൻപാണ് മദൂരോയെ അറസ്റ്റ് ചെയ്യാൻ സഹായിക്കുന്നവർക്ക് നേരത്തെ പ്രഖ്യാപിച്ചിരുന്ന ഇനാം തുക US ഭരണകൂടം ഇരട്ടിയാക്കുന്നത്. വെനസ്വേലയുടെ തീരത്തേക്ക് അമേരിക്ക 3 പടക്കപ്പലുകൾ അയച്ചതായുള്ള റിപ്പോർട്ടുകളും ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. സത്യത്തിൽ വെനസ്വേലയ്ക്കും അവരുടെ ഭരണാധികാരി മദൂരോയ്ക്കുമെതിരായ അമേരിക്കൻ പടയൊരുക്കം എന്തിനാണ്? കരീബിയൻ കടലിൽ ഇപ്പോൾ എന്തൊക്കെയാണ് സംഭവിക്കുന്നത്? വിശദമായി പരിശോധിക്കാം. സ്വാഗതം ഇൻഡെപ്തിലേക്ക്. ഈ മാസം ആദ്യത്തിലാണ് വെനസ്വേല പ്രസിഡന്റിനെ അറസ്റ്റ് ചെയ്യാൻ സഹായിക്കുന്നവർക്കുള്ള ഇനാം തുക ഇരട്ടിയാക്കി US ഭരണകൂടം പ്രഖ്യാപനം നടത്തുന്നത്. മദൂരോയെ കുറിച്ചുള്ള വിവരങ്ങൾ നൽകുന്നവർക്ക് $50 മില്യൺ ഇനാമായി നൽകുമെന്നായിരുന്നു പ്രഖ്യാപനം. ലോകത്തെ ഏറ്റവും വലിയ ലഹരി കടത്തുകാരനാണ് മദൂരോ എന്നായിരുന്നു അമേരിക്കയുടെ ആരോപണം. USലേക്കും മറ്റ് അമേരിക്കൻ, ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളിലേക്കും കൊക്കൈൻ ഉൾപ്പെടെയുള്ള മയക്കുമരുന്ന് കയറ്റി അയക്കുന്ന ലഹരി മാഫിയയുടെ തലവനാണ് മദൂരോ. വെനസ്വേലൻ ലഹരി സംഘങ്ങളായ ട്രെൻഡി അരാഗ്വ, കാർട്ടൽ ഓഫ് ദി സൺ, മെക്സിക്കോയിലെ കുപ്രസിദ്ധമായ സിൻലോവ കാർട്ടൽ തുടങ്ങിയവയുമായെല്ലാം അദ്ദേഹത്തിന് ബന്ധമുണ്ട്. അതുകൊണ്ട് തന്നെ അമേരിക്കയുടെ സുരക്ഷയ്ക്ക് ഭീഷണിയാണ്. മദൂരോക്കെതിരെയുള്ള പടയൊരുക്കത്തിനുള്ള ന്യായങ്ങളായി US അറ്റോർണി ജനറൽ പാം ബോണ്ടി ഉന്നയിച്ച ആരോപണങ്ങൾ ഇങ്ങനെയായിരുന്നു. ട്രംപിന്റെ ഭരണത്തിന് കീഴിൽ മദൂരോയ്ക്ക് രക്ഷപ്പെടാനാകില്ല. ഈ കുറ്റകൃത്യങ്ങൾക്കെല്ലാം നടപടി നേരിടേണ്ടി വരുമെന്നും ബോണ്ടി മുന്നറിയിപ്പ് നൽകിയിരുന്നു. അമേരിക്കയിൽ പുകഞ്ഞുകൊണ്ടിരിക്കുന്ന ജെഫ്രി എപ്സ്റ്റൈൻ സീക്രട്ട് ലിസ്റ്റ് വിവാദങ്ങളിൽ നിന്ന് ശ്രദ്ധ തിരിക്കാനുള്ള പരിഹാസ്യമായ നീക്കമാണ് ഈ ആരോപണങ്ങൾക്ക് പിന്നിലെന്നാണ് വെനസ്വേലൻ വിദേശകാര്യമന്ത്രി യുവാൻ ഗിൽ പ്രതികരിച്ചത്. ഇല്ലാത്ത ആരോപണങ്ങളുമായി പുകമറ സൃഷ്ടിക്കുകയാണ് അമേരിക്ക ചെയ്യുന്നത്. വെനസ്വേല വിൽക്കാൻ വെച്ചിരിക്കുകയല്ല. രാജ്യത്തിനെതിരായ ഒരു രാഷ്ട്രീയ നീക്കവും അനുവദിക്കില്ല എന്നും മന്ത്രി വ്യക്തമാക്കി. 2020 ഒന്നാം ട്രംപ് ഭരണകാലത്താണ് മദൂരോക്കെതിരെ ആദ്യമായി ലഹരിക്കടത്ത് ആരോപണങ്ങളുമായി US രംഗത്തെത്തുന്നത്. അന്ന് US ഫെഡറൽ കോടതി അദ്ദേഹത്തിനെതിരെ കുറ്റം ചുമത്തുകയും ചെയ്തിരുന്നു. അന്ന് $15 മില്യൺ മദൂരോയുടെ അറസ്റ്റിന് സഹായിക്കുന്നവർക്ക് ഇനാമം പ്രഖ്യാപിച്ചു. ബൈഡൻ ഭരണകൂടം അത് $25 മില്യൺ ആക്കി ഉയർത്തി. ഉസാമ ബിൻ ലാദനെതിരെ അമേരിക്ക പ്രഖ്യാപിച്ചതിന് സമാനമായ ഇനാം തുകയായിരുന്നു അത്. ഇനാം തുക $50 മില്യൺ ആക്കി ഉയർത്തിയതിന് പിന്നാലെയാണ് മദൂരോക്കെതിരെ നടപടി കടുപ്പിക്കുകയാണെന്ന സൂചന US ഭരണകൂടം നൽകിയത്. മിസൈൽ വേദ സന്നാഹങ്ങൾ അടങ്ങിയ 3 പടക്കപ്പലുകൾ കരീബിയൻ കടലിൽ വിന്യസിക്കാൻ അമേരിക്ക നീക്കം നടത്തുന്നതായി ഇപ്പോൾ റോയിട്ടേഴ്സും റിപ്പോർട്ട് ചെയ്യുന്നു. USS ഗ്രാവ്ലി, USS ജേസൺ ഡൻഹാം, USS സാംസൺ എന്നിങ്ങനെ 3 വൻ പടക്കപ്പലുകൾ ഏതാനും മണിക്കൂറുകൾക്കകം വെനസ്വേലയ്ക്ക് അടുത്തെത്തുമെന്നാണ് റിപ്പോർട്ട് സൂചിപ്പിക്കുന്നത്. 4000 നാവിക സൈനികരും ഈ കപ്പലുകളിൽ ഉണ്ടാകുമെന്നാണ് വിവരം. ഈ റിപ്പോർട്ടുകൾക്ക് പിന്നാലെയാണ് 45 ലക്ഷത്തോളം വരുന്ന സിവിലിയൻ മിലീഷ്യയെ രാജ്യവ്യാപകമായി വിന്യസിക്കാൻ മദൂരോ ഉത്തരവിട്ടിരിക്കുന്നത്. വെനസ്വേലൻ സംസ്ഥാനങ്ങളിലെ ഗവർണർമാരുമായി നടത്തിയ ഓൺലൈൻ യോഗത്തിന് പിന്നാലെയാണ് തീരുമാനം അദ്ദേഹം പരസ്യമാക്കിയിരിക്കുന്നത്. ഈ ആഴ്ച 45 ലക്ഷത്തിലധികം മിലീഷ്യ അംഗങ്ങളെ രാജ്യവ്യാപകമായി വിന്യസിക്കുന്നതിനുള്ള പ്രത്യേക പദ്ധതി നടപ്പാക്കുകയാണ്. എല്ലാ സന്നാഹങ്ങളോടെയും സജ്ജീകരണങ്ങളോടെയും ആയിരിക്കും ഇത്. ആയുധധാരികളായ ഈ മിലീഷ്യകൾ രാജ്യത്തിന്റെ പരമാധികാരം സംരക്ഷിക്കും. ഇങ്ങനെയായിരുന്നു കഴിഞ്ഞ തിങ്കളാഴ്ച ദേശീയ ടെലിവിഷനിൽ നടത്തിയ പ്രഭാഷണത്തിൽ മദൂരോ പ്രഖ്യാപിച്ചത്. 2005 അന്തരിച്ച മുൻ വെനസ്വേലൻ പ്രസിഡന്റ് ഹ്യൂഗോ ഷാവേസ് ആണ് സിവിലിയൻ മിലീഷ്യയ്ക്ക് രൂപം നൽകുന്നത്. ബൊളിവേറിയൻ നാഷണൽ ആംഡ് ഫോഴ്സസ് എന്ന പേര് നൽകിയ സായുധ സംഘത്തിന് 2010 ആകുമ്പോഴേക്കും ഔദ്യോഗിക അംഗീകാരവും ലഭിക്കുന്നുണ്ട്. മിലീഷ്യയിൽ ഏകദേശം 50 ലക്ഷം അംഗങ്ങളുണ്ടെന്നാണ് ചില റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. എന്നാൽ ഈ കണക്കുകൾ ഇതുവരെ സ്ഥിരീകരിച്ചിട്ടില്ല. വെനസ്വേലൻ പ്രതിരോധ മന്ത്രാലയത്തിന്റെ വെബ്സൈറ്റിൽ പറയുന്ന കണക്ക് പ്രകാരം 95,000 മുതൽ 1.5 ലക്ഷം ആക്റ്റീവ് പോരാളികളെങ്കിലും സായുധ സംഘത്തിന്റെ ഭാഗമായി ഇപ്പോഴുമുണ്ട്. മിലീഷ്യയുടെ ആളെണ്ണവും സൈനിക കരുത്തും കൂട്ടുമെന്നാണ് മദൂരോ ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇതിനായി കർഷകരും തൊഴിലാളികളും അടങ്ങുന്ന സാധാരണക്കാരെ ചേർത്ത് ബൊളിവേറിയൻ മിലീഷ്യയെ ശാക്തീകരിക്കുമെന്നാണ് ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. ഇവർക്ക് തോക്കുകളും മിസൈലുകളും നൽകുമെന്നും പ്രഖ്യാപനമുണ്ട്. അമേരിക്ക നേരിട്ട് യുദ്ധത്തിലേക്ക് പോവുകയാണെങ്കിൽ ഔദ്യോഗിക സൈന്യത്തിന് പുറമെ സിവിലിയൻ മിലീഷ്യയെ കൂടി ഇറക്കാനാകും മദൂരോ ലക്ഷ്യമിടുന്നതെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നത്.